വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ ഒരു പനീർ മസാല ഉണ്ടാക്കാൻ പോവാണേ. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി പനീർ പീസ് മസാല. ചപ്പാത്തിക്ക് ഒക്കെ ബെസ്റ്റ് ഒരു കറിയാണ്. അതിന് വേണ്ടി 300 ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ഗ്രീൻ പീസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രോസൺ ആണ്. ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. ഇതിനകത്തോട്ട് ഈ ഒരു 2-3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ പനീറിനകത്ത് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പും ഒന്നും ചേർത്തിട്ടില്ല. കഷ്ണമായിട്ട് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇത് ഈ എണ്ണയിലോട്ടിടേ. ചെറുതായിട്ട് അപ്പുറവും ഇപ്പുറവും ഒന്ന് വറുക്കുക. അങ്ങ് മൂത്ത് കൊണ്ട് ചെറുതായിട്ടൊരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതി. നോക്കിയേ, നമ്മുടെ പനീറൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ടേ. ചെറുതായിട്ടൊന്ന് ഞാൻ മാറ്റിയാൽ മതി. ഉണ്ടോ, നല്ല സോഫ്റ്റാണ്. നോക്കിയേ. ഇനി ഇത് ഞാൻ കുറച്ച് വെള്ളം ചൂടുള്ള വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ട് ഒരു 1-1.5 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ടേ. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിലോട്ടിടേ. ഇത് ഒന്നുകൂടെ സോഫ്റ്റ് ആവും. ഈ വെള്ളത്തിൽ ഇവിടെ ഇരിക്കട്ടെ. ഇനി ഈ പാനിനകത്ത് തന്നെ നമുക്ക് ഒരു വലിയ സവോള അരിഞ്ഞത് ചേർക്കാം. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ മല്ലി അതും ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലി അതും ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇതുപോലൊരു ഇഞ്ചി അത് 2-3 മുറിച്ചിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്ത് ചെറുതും വലുതുമായിട്ട് ഒരു 4 പിരിയമുളക് അത് ഇട്ട് കൊടുക്കും. ഇതൊന്ന് വഴന്ന് കിട്ടട്ടെ. ഇതൊന്ന് കുറച്ച് കൊടുക്കാം. ചെറിയ രീതിയിൽ ഇട്ടാൽ മതി. നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 വലിയ തക്കാളി അതിട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം.
ചെറിയ തീയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ തക്കാളി നോക്കേ. തക്കാളിയൊക്കെ നല്ല വെന്തേ, നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇതൊന്ന് തണുക്കണം. ഇതൊന്ന് തണുക്കട്ടെ. ഓക്കെ, നമ്മുടെ ഈ വഴറ്റി വെച്ചിരുന്ന മല്ലിയും തക്കാളിയും ഇതെല്ലാം നല്ല തണുത്തേ. ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ടേ. ഇതൊന്ന് പേസ്റ്റ് ആയിട്ടുണ്ട്. സ്റ്റൗ കത്തിക്കേ. പാത്രം ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇതിലോട്ട് നമ്മൾ പേസ്റ്റായി കൊണ്ടുവന്ന സവോളയും തക്കാളിയൊക്കെ ഇല്ലേ, അതിനോട്ട് ഇട്ട് കൊടുക്കുക. തീ കുറയ്ക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കേ. എല്ലാം വഴറ്റിയത് തന്നെയാണ്, എന്നാലും ഇതെല്ലാം കൂടെ ആയിട്ട് എണ്ണയും മുളക് പൊടിയും ഇതെല്ലാം ഒന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമ്മുടെ ഈ മിക്സിയുടെ ജാറില്ലേ, അത് കഴിയ വെള്ളം ഒഴിച്ച് കൊടുക്കേ. തീ മീഡിയത്തിൽ വെക്കാം. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ഫ്രോസനാണേ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കേ. ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊരു തീ ഒന്ന് കുറയ്ക്കാം. വീണ്ടും മീഡിയത്തിൽ സിമ്മിൽ വെക്കണ്ട, മീഡിയത്തിന് തൊട്ട് താഴെ. ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ഈ വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. ഓക്കെ, നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ? ഇത് ഞാൻ വെള്ളത്തിൽ നിന്ന് ഇത് മാറ്റിയെടുക്കണേ. നമ്മുടെ തക്കാളിയുടെ കൂട്ട് നോക്കേ, മസാല കൂട്ട്.
ഗ്രീൻ പീസൊക്കെ നല്ല വെന്തേ. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു വിടാം, കുറച്ച്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം, മതി. ഒരു 1/2 ഗ്ലാസ് വെള്ളേ. ഇനി തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിച്ചു. ഇനി ഇതിനകത്ത് നമ്മൾ ഈ എന്തല്ലേ പനീർ അതെടുക്കുക. അത് പനീർ ഒന്ന് ഞെക്കി പിഴിയൊന്നും ചെയ്തത് വെള്ളത്തിൽ ഇങ്ങോട്ട് എടുത്താൽ മതിയേ. ഒന്ന് ഇടാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ മസാലയാണേ. പീസ് പനീർ മസാല. ഇത് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. പനീർ മസാല നോക്കേ. 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു 1-1.25 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. ഇതിലൊരു 1/2 ടീസ്പൂൺ കസൂരി മെത്തി ഇട്ട് കൊടുത്തേ. അത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് ഈ ചെറിയ തീയിലിങ്ങനെ ഒരു 1-2 മിനിറ്റോളം കിടക്കട്ടെ. തീ കൂട്ടരുതേ. പനീർ മസാല നോക്കേ. എന്താ മണം. ഓക്കെ, വാ, അടിപൊളി ഒരു പനീർ മസാലയാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കൊടുക്കേ. കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം ഇളക്കേ. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടില്ല, ചെറിയ തീയിലാണ് കിടക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി ഇതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. ഗ്യാസ് ഓഫാക്കാം. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ മസാല. പനീർ പീസ് മസാല ചപ്പാത്തിക്ക് ഒക്കെ ബെസ്റ്റ് ഒരു കറിയാണ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. അത് വെള്ളത്തിൽ ആ പനീർ ഇങ്ങനെ എടുത്തിട്ട് വെള്ളത്തിലിട്ടേക്കണേ. ഇളം ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ. നല്ല ടേസ്റ്റാണ്, സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.